അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സമാകട്ടെ. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വിജയികളുടെ അടയാളമായി പഠിപ്പിച്ച കാര്യങ്ങൾ 6 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവസാനമായി 7ാമത്തെ കാര്യം ഒരു മനുഷ്യൻ വിജയിച്ചു എന്നതിൻ്റെ അടയാളം അവൻ എപ്പോഴും സമയം പരിഗണിക്കുന്ന ആളാണ്. ജീവിതത്തിൽ എപ്പോഴും എൻ്റെ വിലപ്പെട്ട ഒരു സ്വത്താണ് സമയം. എനിക്ക് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത ഒന്നാണ് സമയം എന്ന ബോധ്യത്തോടുകൂടെ സമയത്തെ പരിഗണിക്കുന്ന ആളാണ് വിജയി എന്ന് മഹാനവറുകൾ പറയുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമുക്ക് അല്ലാഹു നൽകുന്ന സമയം, ആ സമയത്തിന് ഒരു ഫീസും നമ്മൾ കൊടുക്കേണ്ടതില്ല. സൗജന്യമായി അല്ലാഹു നമുക്ക് വിട്ടു തരുകയാണ്. പക്ഷേ ഇനി ആ ഒരു 5 മിനിറ്റ് ആകട്ടെ, ആ 5 മിനിറ്റ് നമ്മൾ എത്ര വില കൊടുത്താണെങ്കിലും തിരിച്ച് നമുക്ക് ആ സമയം കിട്ടാത്ത ഒരു അമൂല്യമായ ഒരു സ്വത്താണ്. ഇനി നമുക്ക് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ ആ സമയം ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് ഏതെങ്കിലും ഒരു പെട്ടിയിലോ സൂക്കേസിലോ ഏതെങ്കിലും റൂമിലോട്ടിട്ട് നമുക്ക് കൂട്ടിയിടാൻ പറ്റുമോ? അതും പറ്റില്ല. അത്രയും വിലപ്പെട്ട അമൂല്യമായ ഒരു സ്വത്താണ് സമയം എന്ന് പറയുന്നത്. എന്നാൽ ആ സമയത്തെ നന്മയുടെ വഴിയിലും ചെലവഴിക്കാം, തിന്മയുടെ വഴിയിലും ചെലവഴിക്കാം. നന്മയുടെ വഴിയിൽ ചെലവഴിച്ചാൽ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. എന്നാൽ തിന്മയുടെ വഴിയിൽ ചെലവഴിച്ചാൽ ഖദ് ഖസിറ, അവൻ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. 2 കാര്യങ്ങൾ, ആ 2 കാര്യങ്ങളിൽ ധാരാളം ആളുകൾ വഞ്ചിക്കപ്പെടുകയാണ്. ആ 2 കാര്യങ്ങളാണെങ്കിലോ അല്ലാഹു നൽകിയ വലിയൊരു അനുഗ്രഹവുമാണ്. നിഅമതാൻ, 2 അനുഗ്രഹങ്ങൾ. ആ 2 അനുഗ്രഹങ്ങളിൽ ഒന്ന് അസ്സിഹത്തു, അവന്റെ ആരോഗ്യമാണ്. മറ്റൊന്ന് വൽ ഫറാഗ്, ഒഴിവ് സമയവുമാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, യഅനി കസീറുൻ മിനൻ നാസി തുദിഅ സിഹതഹു ബിഗൈരി ഫായിദ. ഒരു ഉപകാരവുമില്ലാതെ അവന്റെ ആരോഗ്യം പാഴാക്കുകയാണ്. അങ്ങനെ ധാരാളം ജനങ്ങളുണ്ട്. അവന്റെ ഒഴിവു സമയവും ഒരു ഉപയോഗത്തിനില്ലാതെ, ഒരു പ്രയോജനത്തിനില്ലാതെ അവൻ വെറുതെ കളയുകയാണ്. എങ്കിൽ അവൻ വഞ്ചിക്കപ്പെട്ടവനായി എന്നതാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യമെന്ന് ഹദീസ് വിശദീകരിച്ച വ്യാഖ്യാതാക്കൾ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന വലിയ നിഅമത്താണല്ലോ ആരോഗ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന മറ്റൊരു നിഅമത്താണല്ലോ സമയം എന്ന് പറയുന്നത്. ഈ നിഅമത്തിനെ ഉപയോഗപ്പെടുത്തേണ്ടത് ഫീമാ അല്ലാഹുവിന്റെ തൃപ്തിയിലായിരിക്കണം. ആ തൃപ്തിയിലായിരിക്കുമ്പോൾ ഒരു മുഅ്മിനിന് വെറുതെ ഇരിക്കുകയാണോ അവന്റെ ചിന്ത വരും. അസ്സൗം, ഞാനൊന്ന് നോമ്പെടുത്താലോ, വസ്സലാത്തു, നിസ്കാരം ഫർദ് കഴിഞ്ഞാലും ഞാനൊന്ന് വെറുതെ മുത്തലക്കായ സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, ആ നിസ്കാരം അങ്ങനെ നിസ്കരിച്ചാൽ അല്ലാഹുവിന് വലിയ താല്പര്യമാണല്ലോ. ഇനി അതിനും കഴിഞ്ഞിട്ടില്ലേ, ദിക്ർ ചൊല്ലിയാൽ പടച്ച റബ്ബിന് വലിയ താല്പര്യമാണല്ലോ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്,
ഖൽബിന് ശാന്തി നൽകുന്ന, സമാധാനം നൽകുന്ന വലിയൊരു മരുന്നാണല്ലോ ദിക്ർ. ഇതേ രൂപത്തിൽ അല്ലാഹുവിന് പറ്റുന്ന ഒരുപാട് ആരാധനകൾ ഞാൻ ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചൊല്ലിയാൽ എനിക്കത് ആഖിറത്തിൽ വലിയ മുതൽക്കൂട്ടാകുമല്ലോ എന്നും ചിന്തിച്ച് മുതലെടുക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ആ രൂപത്തിൽ അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ സമയം ചെലവഴിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു റജുലിനെ, ഒരു പുരുഷനെ, ഒരു വ്യക്തിയെ ഞാൻ കഠിനമായി കോപമുള്ളവനാവുകയാണ്. എന്താണ് ആ വ്യക്തി ചെയ്യുന്നത്? ആ മനുഷ്യൻ ഒഴിവു സമയമുണ്ടായിട്ടും ഇഹലോകത്തിന് വേണ്ടിയിട്ടോ പരലോകത്തിന് വേണ്ടിയിട്ടോ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയുള്ള വ്യക്തിയോട് എനിക്ക് വലിയ വെറുപ്പാണ്. അപ്പോൾ മഹാനവറുകൾ വിശദീകരിച്ച് പറയുന്നു, ഒഴിവ് സമയം കിട്ടുന്നുണ്ടോ? ഒന്നൊരിക്കൽ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്, ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിതവും ബാക്കിയായി നമ്മൾ പാലിക്കേണ്ട ഒരുപാട് സംഗതി നമ്മൾ ചെയ്താലും അല്ലാഹു അതിന് നമുക്ക് കൂലി തരും. ഒരാള് ഹലാലായ കച്ചവടം ചെയ്യാണ്, അല്ലാഹു അതിന് കൂലി തരും. കാരണം എന്താണ്? അവൻ ആ കച്ചവടം ചെയ്തിട്ട് വേണം തൻ്റെ മക്കളെ പോറ്റാൻ, തൻ്റെ ഭാര്യയെ പോറ്റാൻ, തൻ്റെ കുടുംബത്തെ പോറ്റാൻ. അപ്പോൾ ആ നിയ്യത്തോടുകൂടെ ഹലാലായ ഒരു കച്ചവടം ചെയ്യുമ്പോൾ പടച്ചുറപ്പ് അതിന് കൂലി തരും. ഇനി ഒരു പണിയുമില്ലേ, ഇന്ന് കൈക്കോട്ടെടുക്കണം, പിക്കാസ് എടുക്കണം, പറമ്പിലേക്ക് ഇറങ്ങണം, കൃഷി ചെയ്യണം. അല്ലാഹുവിന് വലിയ താല്പര്യമാണ്. ഇനി അതിനും ആവതില്ലേ, വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്നാലൊന്ന് വുദൂ എടുത്ത് ഖുർആൻ ഓതിയാൽ അല്ലാഹുവിന് വലിയ താല്പര്യമാണ്. അതിനും കഴിഞ്ഞില്ലേ, ദിക്ർ ചൊല്ലിയാൽ അല്ലാഹുവിന് വലിയ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ഒന്നൊരിക്കൽ ദുനിയാവിന് വേണ്ടി അല്ലെങ്കിൽ പാരത്രിക ലോകത്തിന് വേണ്ടി നീ സമയം മുതലെടുക്കണം മോനെ. മഹാന്മാരുടെ ഉപദേശമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഓരോ പീടികയിൽ പോയാൽ പലപ്പോഴായി ഓരോ പീടികയിലും ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. കൗണ്ടറുണ്ട്, തസ്ബീഹ് മാലയുണ്ട്. പക്ഷേ അവർ കൗണ്ടർ ഉള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, തസ്ബീഹ് മാല കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അവിടെ പീടികയിൽ ആളില്ലെങ്കിൽ അവിടെ കസാരയിൽ ഇരുന്നു കൊണ്ട് അവരിങ്ങനെ അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുന്നവർ, ഖുർആൻ ഓതുന്ന എത്രയോ പേരുണ്ട്. അവരുടെ സമയം അമൂല്യമാണെന്ന ബോധ്യത്തോടുകൂടെ അവർ അല്ലാഹുവിന് വേണ്ടി ദിക്റും ഖുർആനുമായി അവർ സമയം മുതലെടുക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അഞ്ച് കാര്യം എത്താത്ത ഒരാളും ഉണ്ടാവില്ല. 5 കാര്യം എത്തുന്നതിന് മുമ്പ് നീ അധ്വാനിക്കണം. എന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിറജുലിൻ വഹുവ യഅഉഹു. ഒരാളോട് ഉപദേശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യവതനിം ഖംസൻ ഖബ്ല ഖംസ്. 5 കാര്യം എത്തുന്നതിന് മുമ്പ് 5 കാര്യങ്ങളിലെ നിന്റെ വിലപ്പെട്ട സമയം മോനെ നീ ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് ഒന്നാമതായി പറയുന്നു, ശബാബക ഖബ്ല ഹറമിക്. നിനക്ക് വാർദ്ധക്യം എത്തുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്വ സമയം. അള്ളാഹു ഒരുപക്ഷെ നിനക്ക് വാർദ്ധക്യം വരെ ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ മോനെ, നിന്റെ ഈ യുവത്വത്തിന്റെ ഈ പ്രസരിപ്പ് നീ ബൈക്ക് റൈസാക്കി മറ്റുള്ളവരുടെ മുമ്പിലൂടെ കിബർ കാണിച്ചു പോകാനുള്ളതല്ല. മറിച്ച് നീ ആ യുവത്വത്തിന്റെ പ്രസരിപ്പ്, അത് നല്ല ഒരു സമയമാണ്. ആ സമയം നീ മുതലെടുക്കണം. കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ അല്ലാഹുവിന് വേണ്ടിയിട്ട് നീ ഇബാദത്ത് ചെയ്യണം. രണ്ടാമതായി, നിനക്ക് രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യ സമയം. ഇപ്പോൾ നിനക്ക് നല്ല ഒരു സമയമാണ്, രോഗം വന്നിട്ടില്ല. നീ ഒന്ന് രോഗികളുടെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കൂ. തിരുവനങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിലോ ഇനി അതല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും എത്ര രോഗികൾ. അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ,
വെള്ളം കുടിക്കാൻ കഴിയാത്തവർ, കണ്ണ് കാണാൻ കഴിയാത്തവർ, കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, ക്യാൻസർ കൊണ്ട് ഇടങ്ങേറാകുന്ന ആളുകൾ, അത്തരം രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ. അവരിങ്ങനെ കാണുമ്പോൾ നെഞ്ചുപൊട്ടി, കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീര് ഒഴുകും. അവരെ നീ ഒന്ന് പോയി സന്ദർശിച്ചു നോക്കിയാൽ നമുക്കറിയാം അല്ലാഹു തന്ന ഈ ആരോഗ്യത്തിന്റെ വില അത് പൈസ കൊടുത്താൽ നിനക്ക് കിട്ടില്ല മോനെ. കാരണം നീ ആ മെഡിക്കൽ കോളേജിലോ ഹോസ്പിറ്റലുകളിലോ പോയി നോക്കിയാൽ നിനക്ക് മനസ്സിലാകാം പടച്ചറപ്പ് തന്നത് വലിയ നിഅമത്താണ്. ആ നിഅമത്താണ് നിന്റെ ഈ നല്ല ആരോഗ്യ സമയം നീ മുതലെടുക്കണം. മൂന്നാമതായി പറയുന്നു ദാരിദ്ര്യം വരുന്നതിന് മുമ്പുള്ള നിന്റെ ഈ സമ്പാദ്യ സമയം. ഇപ്പോൾ നിനക്ക് അല്ലാഹു നല്ല ഔദാര്യം തന്നിട്ടുണ്ട്, നിനക്ക് നല്ല സമ്പത്ത് അല്ലാഹു തന്നിട്ടുണ്ട്. ഈ സമയത്ത് നീ പാവപ്പെട്ടവരെ സഹായിക്കണം. അതുപോലെ നീ ഈ നല്ല ഒരു സമയത്ത് നിന്റെ ഈ ധനം കൊണ്ട് ആഖിറം വാങ്ങണം. നാലാമതായി പറയുന്നു നിനക്ക് തിരക്കുകൾ വരുന്നതിന് മുമ്പുള്ള ഒഴിവ് സമയം, അത് ചെറുപ്പത്തിലുള്ള സമയം, അങ്ങനെയും വ്യാഖ്യാനിക്കാം. പിന്നെ ആ ചെറുപ്പം ഇങ്ങനെ വന്ന് പിന്നെ വിവാഹം എത്തിയാൽ ഒന്നുകൂടെ തിരക്ക് കൂടി. നിന്റെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ, പിന്നെ ഭാര്യയുടെ കാര്യം നീ നോക്കേണ്ടതുണ്ട്. പിന്നെ ഒരു കുടുംബത്തിലെ ഗൃഹനാഥനാവുകയാണ്. പിന്നെ നിനക്ക് മക്കൾ വന്നാൽ മക്കളുടേത് നോക്കണം, ഭാര്യയുടേത് നോക്കണം. തിരക്കുകൾ കൂടുകയാണ്. പിന്നെ നീ വലുതാകുന്നതനുസരിച്ച് നിനക്ക് പല ബിസിനസ്സുകളിലും നീ പോകേണ്ടവനാണ്. പലതും നീ നിയന്ത്രിക്കേണ്ടതാണ്. ഉത്തരവാദിത്വങ്ങൾ കൂടുതൽ നിനക്ക് വരേണ്ടതാണ്. അത്തരം തിരക്കുകൾ വരുന്നുള്ള ഈ ഒരു ചെറിയ ഈ സമയം അതും നീ മുതലെടുക്കണം. അഞ്ചാമതായി പറയുന്നു അത് വരാത്ത ഒരാളുമില്ല. അതുകൊണ്ടാണ് ഈ 5 കാര്യങ്ങളിൽ എത്തിപ്പെടാത്ത ഒരാളും ഉണ്ടാവൂല. നീ മരണം എന്ന് പറയുന്ന സംഗതി നീ കേട്ടിട്ടില്ലേ? ആ മരണം വരുന്നതിന് മുമ്പുള്ള നിന്റെ ഈ ജീവിതമുണ്ടല്ലോ, നിന്റെ ഹയാത്തുണ്ടല്ലോ, ഈ ഹയാത്തിന്റെ ഈ സമയത്ത് നീ ചിന്തിക്കേണ്ടത് പടച്ചോനെ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഖുർആൻ ഓതാൻ കഴിയില്ലല്ലോ, മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദിക്ർ ചൊല്ലാൻ കഴിയില്ലല്ലോ, മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വതക്ക ചെയ്യാൻ കഴിയുന്നല്ലോ, എന്റെ എല്ലാം തിരിച്ചുപോയി. ഇനി ഞാൻ പോകേണ്ടത് ഖബറിലേക്കാണ്. ഖബറിൽ എനിക്ക് സഹായികളായി ഒരാളുമില്ലല്ലോ, എനിക്ക് കൂട്ടുകൂടാൻ, എന്നെ ആനന്ദിപ്പിക്കാൻ, എന്നെ ആസ്വദിപ്പിക്കാനുള്ളത് എന്റെ സ്വാലിഹായ അമൽ മാത്രമാണല്ലോ. അതുകൊണ്ട് മോനെ, നിന്റെ മരണം എത്തുന്നതിന് മുമ്പ് നിന്റെ ഈ ജീവിതമാകുന്ന ഈ ഒരു നല്ല സമയം നീ മുതലെടുത്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കണേ മോനെ. തങ്ങളുടെ ഉപദേശമാണ്. അങ്ങനെ അവൻ ഈ 5 കാര്യങ്ങളിലും നല്ല ബോധമുള്ളവനായി കഴിഞ്ഞാൽ അവന്റെ മനസ്സിങ്ങനെ പറയും, എനിക്ക് നന്നാകണം എന്നൊരു ചിന്ത വരും. അപ്പോൾ അവന്റെ ചിന്തയോടുകൂടെ അവനിങ്ങനെ നന്നാകാൻ വേണ്ടി ശ്രമിക്കും. ആ നന്നാകുമ്പോഴും മോനെ, നിന്റെ മനസ്സിൽ കിബർ വരാൻ പാടില്ല. മഹാന്മാർ ഉപദേശിക്കുകയാണ്, നിന്റെ ഹൃദയം, ആ ഹൃദയത്തിലേക്ക് കിബർ വന്നേക്കാം. ഞാൻ തരക്കേടില്ല, ഞാൻ എത്ര ഖുർആൻ ഓതുന്ന ആളാണ്, അങ്ങനെ നിന്റെ മനസ്സിലേക്ക് വരാൻ പാടില്ല. ഞാൻ മോശക്കാരനല്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു പോയാൽ അത് തന്നെ മോശമാണ്. അങ്ങനെ നിന്റെ ഖൽബിലേക്ക് അത്തരം ദുഷിച്ച ചിന്തകൾ കയറ്റാൻ പാടില്ല. ഖൽബ് നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി സ്വാലിഹീങ്ങളുടെ ചരിത്രം വായിക്കലാണ്. സ്വാലിഹീങ്ങളുടെ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോ ഒരു ദിവസം തന്നെ ഒരു ഖത്മ് തീർത്ത മഹാന്മാരെ കുറിച്ച് പഠിക്കുമ്പോ പിന്നെ നിന്റെ മനസ്സിൽ വരും, പടച്ചോനെ, ഞാൻ ഓതിയതൊന്നും എവിടെയും എത്തിയിട്ടില്ല, ഞാൻ കുറച്ചല്ലേ ഓതിയിട്ടുള്ളൂ. മഹാന്മാർ ഒരു ദിവസം 10,000 സ്വലാത്ത് ചൊല്ലുമ്പോ, പടച്ചോനെ, ഞാനിന്ന് നേരം വെളുത്ത് വൈകുന്നേരമായപ്പോഴേക്ക് ഒരു 100 സ്വലാത്തല്ലേ ചൊല്ലിയിട്ടുള്ളൂ, പോകട്ടെ, ഒരു 1000 സ്വലാത്തല്ലേ ചൊല്ലിയിട്ടുള്ളൂ.
പിന്നെ ഞാനെങ്ങനെ കിബിറ് നടിക്കും? ഈ 10,000-കണക്കിന് സ്വലാത്തുള്ള ഈ മഹാന്മാരൊക്കെ അങ്ങോട്ട് പോകുമ്പോ ഈ 1000 വെച്ചാൽ 900-ഉം ഈ മഹാനങ്ങ് കൊണ്ടുപോയില്ലേ, പിന്നെ ഞാൻ മോശക്കാരനല്ല എന്നും പറഞ്ഞ് കിബിറ് നടിച്ച് നടക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? അങ്ങനെ നീ സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിച്ചാൽ നീ അറിയാതെ നന്നായി പോകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. വീണ്ടും വീണ്ടും നമ്മെ നന്നാകാൻ വേണ്ടി മഹാന്മാരുടെ ഉപദേശമുണ്ട്. മോനെ, നിനക്കൊരു നന്മ ആരെങ്കിലും പറഞ്ഞു തന്നാൽ അതൊക്കെ ഞാൻ പണ്ടേ ചെയ്യുന്ന ആളാണ്, പറയരുത് ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറയും. ചെയ്യുന്നത് തന്നെ ആയിക്കോട്ടെ, എങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനെ ചെയ്യാം, അതൊക്കെ ഞാൻ എന്ന് ചെയ്യാൻ തുടങ്ങിയതാ, പറയാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ വായിക്കണം. മാത്രമല്ല സ്വാലിഹീങ്ങളുടെ വഅളുകൾ നീ കേൾക്കണം. അത് മനസ്സിനെ വല്ലാതെ മാറ്റം വരുന്ന ഒരു സംഗതിയാണ്. മഹാന്മാരുടെ വഅള് കേൾക്കണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആലിമീങ്ങളുടെ വഅളുകൾ കേട്ടാൽ അത് നമ്മുടെ ഹൃദയത്തിന് നന്നാകാനുള്ള കാരണമാണ്. ഖൽബ്, ഹൃദയം. ആ ഹൃദയത്തെ നമ്മൾ ഒരു റൂം അല്ല ഒരു ബെഡ്റൂം പോലെ നമ്മളൊന്ന് സങ്കല്പിക്കണം. മഹാന്മാർ പറയുക. എന്നിട്ട് സങ്കല്പിച്ചിട്ട് അതിൻ്റെ വാതിലുകളും ജനലുകളുമാണ് നമ്മുടെ കണ്ണും കാതും എന്ന് നീ സങ്കല്പിക്കൂ. നമ്മുടെ കണ്ണ് ആ ഹൃദയത്തിലേക്ക് വരാനുള്ള ഒരു ഡോറാണ്, വാതിലാണ്. നമ്മുടെ കാത് ആ ബെഡ്റൂമിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള ജനലാണ്. എന്നിട്ട് മഹാന്മാർ പറയുകയാണ്, ആ ജനലിലൂടെ, ജനൽ ഉദ്ദേശിക്കുന്നത് കാതാണ്, ആ ജനലിലൂടെ നീ കടത്തുന്നത് മോശമായതാണെങ്കിൽ നിന്റെ ഖൽബിൽ മോശമായൊരു കറ വന്നു പോയി. ആ വാതിലിലൂടെ നീ കയറ്റുന്നത്, ഇനി ബെഡ്റൂം ആകട്ടെ, ആ ബെഡ്റൂമിലേക്ക് നിറയെ പൊടിയാണ് വരുന്നത് എങ്കിൽ ആ ബെഡ്റൂം മോശമായില്ലേ? ആ ജനലിലൂടെ വരുന്നതൊക്കെ പൊടിക്കാറ്റാണ്. പിന്നെ നീ തുടച്ച് വൃത്തിയായിട്ടും അവിടെ മണ്ണായില്ലേ, പൊടിയായില്ലേ എന്ന് പറഞ്ഞതുപോലെ നീ കാണുന്നത് മുഴുവനും ഹറാമാണ് എങ്കിൽ നിന്റെ ഹൃദയം അവിടെ മലിമസമായി, മോശമായി. ആ കാതിലൂടെ അഥവാ ജനലിലൂടെ വരുന്നത്, നിന്റെ ഹൃദയത്തിന്റെ ജനലാണ് നിന്റെ 2 കാത്. ആ 2 കാതിലൂടെ ഇറങ്ങുന്നത് മോശമായ കേൾവിയാണെങ്കിൽ നിന്റെ ഹൃദയം മോശമായി. അങ്ങനെ ഓരോ ഹറാം കാണുമ്പോഴും നിന്റെ ഖൽബിൽ ഒരു കറ വന്നുപോയി. നിന്റെ കാതിലൂടെ കേൾക്കുന്നത് ഹറാമാണെങ്കിൽ നിന്റെ ഹൃദയത്തിലേക്കാണ് അത് ഇറങ്ങുന്നത്. ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീണുപോയി. പിന്നെ ആ കറുത്ത പുള്ളി നമ്മുടെ ഒരു ഡ്രസ്സിൽ, ഒരു വൈറ്റ് ഡ്രസ്സിൽ എന്തെങ്കിലും ഒരു കറ ആയാൽ നമുക്കത് കളയാൻ ക്ലോറക്സ് ഉണ്ട്. ഒരു കുട്ടി ഒരു പേജിൽ എഴുതിയാൽ, പെൻസിൽ കൊണ്ട് എഴുതിയാൽ അത് തെറ്റിപ്പോയാൽ മായ്ക്കാൻ റബ്ബറുണ്ട്, ഇറേസർ ഉണ്ട്. എന്നാൽ നമ്മുടെ ഖൽബ് ശുദ്ധീകരിക്കാൻ, ആ ശുദ്ധീകരിക്കാനുള്ള വഴിയായി മഹാന്മാർ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ മരുന്ന് ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ ധാരാളം നീ ചെയ്ത് പടച്ച റബ്ബിലേക്ക് നീ അടുക്കണം. നിന്റെ കാതിലൂടെയും കണ്ണിലൂടെയും നീ കേൾക്കുന്നത് ഹറാമാണ്, കാണുന്നത് ഹറാമാണ് എങ്കിൽ പിന്നെ ആ ഖൽബ് മരവിച്ചു പോയി, കടുത്തു പോയി. പിന്നെ അത് മായ്ക്കാൻ ഒരു മരുന്നുമില്ലാത്ത രൂപത്തിലായി പോയി. പിന്നെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവൂല, ഒരു താല്പര്യം ഉണ്ടാവൂല, മടി വന്നുപോയി. നിസ്കരിക്കാൻ പലരും വിളിക്കുമ്പോൾ എന്ത് നിസ്കാരം എന്ന് പറഞ്ഞ് നിസ്കാരത്തെ കളിയാക്കി പോയി. അങ്ങനെ നീ നിന്റെ മനസ്സ് നീ കടുപ്പിക്കാൻ പാടില്ല. തെറ്റ് വന്നു പോകും, മനുഷ്യനാണ്. പക്ഷേ ആ തെറ്റിൽ നിന്ന് മായ്ക്കാനുള്ള, തെറ്റിൽ നിന്ന് മോചനം നൽകാനുള്ള വഴികളുമായി നീ തേടിപ്പോകണം. ഈ തെറ്റുകൾ ധാരാളം ചെയ്താൽ നിനക്ക് പാപം ചെയ്യാൻ ഒരു പേടി ഉണ്ടാവില്ല. ആരെ മുമ്പിലും എന്തും ചെയ്യാനുള്ള ധൈര്യം നിനക്ക് വരും. മൂന്നാമതായി നിന്നോട് മഹാന്മാർ ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. മോനെ, നിന്റെ അപ്പുറവും ഇപ്പുറവും പലരും മരിക്കും. അങ്ങനെ മരണപ്പെട്ടാൽ പോലും ഞാൻ ഇങ്ങനെ ഒരു യാത്ര പോകേണ്ട ഒരാളാണ് ചിന്ത വരൂല. കാരണം ഖൽബ് കറുത്തുപോയി. ഞങ്ങളുടെ ഖൽബുകൾക്കൊക്കെ നീ നല്ല ലുത്ഫ് തരണേ റഹ്മാനെ. പാപം ചെയ്യുമ്പോൾ തന്നെ പഠിച്ചോൻ ഇത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന രൂപത്തിൽ
പാപങ്ങളിൽ നിന്ന് മുക്തിയുള്ള ജീവിതം നീ തരണേ റഹ്മാനെ. ഖൽബുകളൊക്കെ നീ നന്നാക്കി തരണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് നമ്മളിൽ നിന്ന് ഖബൂലാക്കി തരുമാറാവട്ടെ. പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം നമ്മൾ എടുത്തു നോക്കിയാൽ കാണുന്നത് ഹറാമാണ്, കേൾക്കുന്നത് ഹറാമാണ്, പറയുന്നത് ഹറാമാണ്. ആഖിറു സമാൻ അങ്ങനത്തെ ഒരു കാലമായി. ക്യാമ്പസുകളിലും ടൗണുകളിലും ഹറാമല്ലാതെ നമ്മൾ കാണുന്നില്ല. വൈകുന്നേര സമയമായാൽ പുറത്തിറങ്ങുന്നത് തന്നെ മടിയായി. ഈ രൂപത്തിൽ നമ്മുടെ സമൂഹം ആയിക്കൊണ്ടിരിക്കുകയാണ്. മീഡിയകൾ തുറന്നു നോക്കിയാൽ ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരിക്കുന്നൊക്കെ സമയത്ത് നമ്മുടെ ഖൽബ് അത് അല്ലാഹുവിലേക്ക് ലയിക്കണം. പഠിച്ചോനെ, എനിക്ക് മരണമെന്നുള്ളൊരു ചിന്ത, എനിക്ക് മരണമെന്ന് പറയുന്ന ഒരു പ്രതിഭാസം വരുന്നുണ്ടോ എന്നൊരു ചിന്തയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനും തഖ്വയും നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. സാധാരണ പോലെ നമ്മൾ ചൊല്ലുന്ന വളരെ ആത്മാർത്ഥതയോടുകൂടെ ഇഖ്ലാസോടുകൂടെ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കണം എന്ന ചിന്തയോടുകൂടെ നമ്മുടെ മുറാദുകളുടെ ഹാസിലാക്കണം എന്ന ചിന്തയോടുകൂടെ നമ്മൾ ചൊല്ലണം. അല്ലാഹു തആലമാറാവട്ടെ. യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂഹു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹദീസിൽ ആമീനി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ بك خير الخلق كلهم ولن يضيق رسول الله جاهك لي إذا الكريم تجلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمى إن الكبائر في غفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لا رحمة بحين يقسمها تأتي على حسب عصياني في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم بل تفني عبدك في دارين إن له
منهزمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ومن لصحب صلاة منك دائمة على النبي بمحلم ومنسجم مولاي صل وسلم دائما أبدا الخلق كلهم والآل والصحب والتابعين له أهل التقى والنقى والعلم والكرم مولاي صل وسلم دائما أبدا حبيبك خير الخلق كلهم نهت عذبات الماء ريح صبا وأطرب العيس حول العيس من نغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم എല്ലാവരെയും ഇന്നത്തെ നമ്മുടെ സദസ്സിൽ ചായ നമ്മുടെ NCC റോഡിൽ മരണപ്പെട്ട ഇബ്രാഹിം കുട്ടികളുടെ കുടുംബം നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ അല്ലാഹു വിളിച്ചാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹു സ്വർഗാവകാശങ്ങളിൽ ഉൾപ്പെടുത്തി എടുക്കുമാറാവട്ടെ. എന്തുദ്ദേശം വെച്ചുകൊണ്ടാണ് അവർ നൽകുന്നത് എല്ലാ
എല്ലാ ഹലാലായ അള്ളാഹു മനസ്സിലാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. സയ്യിദ് അവറുകളെ നമുക്ക് 2-3 ആഴ്ച കിട്ടിയിട്ടില്ല. സയ്യിദ് അവറുകൾ നമ്മുടെ സദസ്സിലെത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കാസർഗോഡ് വലിയ ഖതീബും അതുപോലെ തന്നെ പരിസരങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഉസ്താദുകളും നമ്മുടെ സദസ്സിലെത്തിയിട്ടുണ്ട്. അള്ളാഹു രണ്ടുപേർക്കും നമുക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ആഫിയത്തും ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. 10 ദഹീലുകൾ ചൊല്ലി ദുആയിലേക്ക് കടക്കാം. അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله. الحمد لله رب العالمين حتى يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك. فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم وبارك على رسولك وعلى